കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് എറണാകുളത്തെ ലഹരി സംഘം. പിടിയിലായ അഹിന്ദ് മണ്ഡൽ, സുഹൈൽ എന്നിവർ ഇതര സംസ്ഥാന ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനികൾ. നേരത്തെ പിടിയിലായ ഷാലിക്കിന് 6 തവണ കഞ്ചാവ് നൽകിയെന്നും പ്രതികൾ മൊഴി നൽകി. ഇതര സംസ്ഥാന ലോബിയാണ് എറണാകുളത്തെ കഞ്ചാവ് വിൽപ്പനയിൽ പ്രധാനികൾ. എറണാകുളം നഗരം, കളമശ്ശേരി, ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന. ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നാണ് കഞ്ചാവ് എത്തിക്കുന്നത്. ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ 1 കിലോ കഞ്ചാവുമായി പിടികൂടിയ മുർഷിദാബാദ് സ്വദേശി ദീപക്കും ഈ ഗ്യാങ്ങിലെ അംഗമാണ്. 6000 രൂപയ്ക്ക് ലഭിക്കുന്ന കഞ്ചാവ് മലയാളികൾക്ക് കൈമാറുന്നത് 18,000 മുതൽ 24,000 എന്ന നിരക്കിൽ. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ പൂർവ്വ വിദ്യാർത്ഥി ഷാലിക്കുമായി ഇതര സംസ്ഥാനക്കാർ കഞ്ചാവ് ഇടപാട് തുടങ്ങിയിട്ട് 7 മാസമായെന്നാണ് കണ്ടെത്തൽ. ഷാലിക്കിന്റെയും അനുരാജിന്റെയും അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കൂ. ഇതുവരെ കളമശ്ശേരി പോളിടെക്നിക് ലഹരിവേട്ടയിൽ 8 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.